ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പക്കാ ട്യൂട്ടോറിയൽ അല്ല. എങ്കിലും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനകത്ത് ഞാനിങ്ങനെ കാണിക്കാം. പക്ഷെ അത് അതായത് ഞാൻ മെഷർമെന്റ്സ് ഒന്നും കാണിക്കുന്നില്ല. അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഹെയർ ക്ലിപ്പ് ഓർഗനൈസർ ആണ്. ഇതിന് മുന്നേ ഞാൻ 2 ഹെയർ ക്ലിപ്പ് ഓർഗനൈസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം. അത് രണ്ടും ഒരേ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രിന്റിലാണ്. ഇത് ഞാൻ ക്യാൻവാസ് സ്റ്റിഫ് വെച്ച് അയൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പീസാണ്. ഇത് പുറത്ത് വരുന്ന മെയിൻ ഫാബ്രിക്കാണ്. ഇനി ഇതിനകത്ത് വേറെ ഫാബ്രിക് വെച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിങ്ക് കളറും ബ്ലാക്കും കോമ്പിനേഷനാണ്. പിന്നെ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. ഇതിന് മുന്നേ ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടപ്പോഴൊക്കെ അത് ട്യൂട്ടോറിയലിന് വേണ്ടി ഞാനൊരു പ്രൊജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് പക്ഷേ നമ്മുടെ മെയിൻ ഓർഡറാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഓർഡർ വന്നേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിൻ ഫാബ്രിക്കും അതിനകത്തേക്ക് വരുന്ന ലൈനിങ് പീസും സ്റ്റിഫ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ക്ലിപ്സ് അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രിങ്സ് ആണ് വേണ്ടത്. 6 സ്ട്രിങ്സ് നമുക്ക് ലൈൻസ് വേണം. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് തുണി വെച്ചിട്ട് നമുക്ക് ആ സ്ട്രിങ്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ സ്ട്രിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സ്ട്രിങ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കസ്റ്റമർ പറഞ്ഞേക്കുന്നത് ഒരു സ്ട്രിങ് മാത്രം തിക്നെസ് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അതിൽ ചെറിയ കുഞ്ഞി ക്ലിപ്പ് വെക്കാനാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് വലുതും ഒരെണ്ണം മാത്രം ചെറിയ വീതിയിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഇത്ര വീതിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഭാഗ്യത്തിന് ബ്ലാക്ക് നൂല് തന്നെ കിടക്കുന്നത്, അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ട്രിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 സ്ട്രിങ്സ് ഒരേ വിഡ്ത്തിലും പിന്നെ ഒരെണ്ണം ചെറുതാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ അകത്തുള്ള ഫാബ്രിക്കിൽ അകത്ത് വരുന്ന ഈ ഫാബ്രിക്കിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെയും സ്റ്റിച്ച് കൊടുക്കും, അതുപോലെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കും. പിന്നെ ഇത് നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട് അറ്റാച്ച് ചെയ്യും. ഈ വീഡിയോ മുതൽ എൻ്റെ മൈക്ക് കേടായിപ്പോയിട്ടോ. അപ്പോൾ പിന്നെ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ അങ്ങ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തട്ടിക്കുട്ടി എഡിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എക്സ്ട്രാ പിന്നെ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 2 മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസൊക്കെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തു. സിബ് അറൗണ്ട് വരുന്ന രീതിയിൽ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കുമാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് ഇന്നത്തെ 2 ഓർഡറുകൾ അയക്കാനുണ്ട്. അപ്പോൾ അത് 2 ഞാൻ പാക്ക് ചെയ്ത് ഇന്ന് അയക്കുവാണ്. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.